പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഒറ്റ വാക്ക് തോമാസിലേക്ക് എവിടുന്ന് കിട്ടിയതാ? നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. ആ ഒറ്റ വാക്ക്. അപ്പോൾ ആപ്പാടെ ഇരുട്ടിൽ തപ്പി മരവിച്ച് നിന്നിരുന്ന അപ്പോസ്തലന്മാരെ മുഴുവൻ ഒറ്റയടിക്കാണ്, ഒറ്റ വാക്കിൽ, തോമാസിൻ്റെ ഒറ്റ വാക്കിലാണ് കർത്താവിൻ്റെ പിന്നിൽ അണിനിരത്തിയത്. രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളിൽ വിശ്വാസത്തിൻ്റെ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാരെ ഒറ്റ വാക്കിൽ കർത്താവിൻ്റെ പിന്നിൽ ഭയങ്കരമായ തകർച്ചയുടെ പ്രതിസന്ധിയുടെ സമയത്ത് അണിനിരത്തിയ ആളാണ് തോമാസ് ലീഹ. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അത് വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ തോമാസ് ലീഹ പറയും, എനിക്ക് വിശ്വാസമല്ല നിന്നോടുള്ളത്, എനിക്ക് നിന്നോടുള്ളത് സ്നേഹമാണ്. എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത്. സ്നേഹിക്കുന്നവൻ എന്ന് വിശ്വസിക്കണം. കാര്യം എന്താണ്? 10ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന കാര്യമുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കണവനാണ്. നീ എന്തിനാ 8ാം ക്ലാസ്സിൽ പാഠപുസ്തകം വായിക്കണത്? തോമാസ് ലീഹ പറഞ്ഞു, എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത്, എനിക്ക് നിന്നോട് സ്നേഹമാണുള്ളത്. ചുമ്മാ സ്നേഹമല്ല, നിൻ്റെ ജീവന് വേണ്ടി ജീവൻ കളയാനുള്ള സ്നേഹം. കൈ അടിച്ചു കിടത്താണ്. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിശ്വാസം പ്രത്യേക സ്നേഹം, അവയിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്താണ്? സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ സർവോത്കൃഷ്ടം എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ, യോഹന്നാൻ 17:24 അങ്ങനെക്ക് മഹത്വം നൽകി. ദൈവപൈതലേ, വിശ്വാസം പ്രതിസന്ധി നിൽക്കുമ്പോൾ, കൂദാശകൾ പ്രതിസന്ധി നിൽക്കുമ്പോൾ, കൂദാശയെക്കുറിച്ച് വൈദികരെക്കുറിച്ചുമില്ല, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നായിരുന്നു. വീണ ചീഞ്ഞ പഴങ്ങളെക്കുറിച്ചല്ല സഭയെ വിലയിരുത്തേണ്ടത്. ഒരു വൃക്ഷത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അടർന്ന് വീണ പഴങ്ങളെക്കുറിച്ചാണ് അല്ല, അവിടെ നിന്ന് പൂത്ത് നിൽക്കുന്ന പഴങ്ങളെക്കുറിച്ചും പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും, മരം മുഴുവനും പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും, മരം മുഴുവനും പഴുത്ത് നിൽക്കുന്ന 99% പഴങ്ങളെക്കുറിച്ചാണ് മരത്തെ വിലയിരുത്തേണ്ടത്. ആരെങ്കിലും മനുഷ്യരാണ് വീണ് പോയി കഴിഞ്ഞാൽ അത് വെച്ച് വിലയിരുത്തേണ്ടത് ദുഷ്ടലാക്കോതോടുകൂടിയായിരിക്കും. അവർ വിശ്വാസികളല്ല, കർത്താവിനുള്ളവരല്ലെന്ന് തിരിച്ചറിയാനുള്ള കഴിവും വിവേചനശക്തിയും വിശ്വാസിക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പ്രതിസന്ധി കർത്താവിനുണ്ടായിരുന്നില്ലേ? കർത്താവ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴാണല്ലോ തോമാസ് ലീഹ വെളിച്ചം കാണിച്ചു കൊടുത്തത്. നമുക്ക് അതാണ് വിശ്വാസം. പ്രതിസന്ധിയിലായപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം മരവിച്ചു. കർത്താവിനെ അനുഗമിക്കുന്നതിൽ മരവിച്ചപ്പോൾ തോമാസ് ലീഹ ഒറ്റക്ക് നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത്. കർത്താവിലേക്ക് എന്താണ്? സ്നേഹമാണത്. സ്നേഹമാണ്. അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യേക സ്നേഹം, അത് സർവോത്കൃഷ്ട സ്നേഹമാണെന്ന് പറയുന്നത്. ആ സ്നേഹമക്കളെ, ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവസ്നേഹത്തെ നിൽക്കുമ്പോൾ, യോഹന്നാൻ 17:24 വർക്കൗട്ട് ചെയ്യും. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ നീ എനിക്ക് മഹത്വം നൽകിയെന്ന്. ദൈവവേദലെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തോമാസ് ലീഹ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെയും ദൈവത്തെയും സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് മഹത്വം നൽകും. ആ മഹത്വത്തിൻ്റെ അതിൻ്റെ ബഹിസ്ഫുരണമായിട്ടാണ് നമുക്ക് ജീവിതത്തിനെല്ലാം ഉന്നതമായ വിജയം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്നതുകൊണ്ട് നീ ദൈവത്തിന് സാക്ഷ്യം നൽകുമ്പോൾ നിനക്ക് ദൈവം മഹത്വം നൽകും. ആ മഹത്വം നിൻ്റെ ജീവിത ഉയർച്ചയായി ഉയരുകയും ചെയ്യും, ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും, അത് സാക്ഷ്യമാവുകയും ചെയ്യും. ഇന്ന് ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ, വിശ്വാസത്തോടെ അതിജീവിച്ചുകൊണ്ട് ദൈവമഹത്വം കരയറ്റാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കട്ടെ, എല്ലാവരും എഴുന്നേൽക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഒരുമിച്ച് എഴുന്നേൽക്കാം പ്രാർത്ഥിച്ചുകൊണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്തോത്രം. കർത്താവേ, വിശ്വാസത്താൽ നിറക്കണമേ, സർവ്വോപരി ദൈവ സ്നേഹത്താൽ നിറക്കണമേ. യേശു സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകി കൈകൾ ഉയർത്തിയടിച്ച് തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകിടമേ അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ ഹല്ലേലൂയ 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 ഭാഷാവരം ശ്രദ്ധിക്കട്ടെ ഭാഷാവരത്തോടെ എല്ലാവരും ഹല്ലേലൂയ 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 ഹല 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 അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ ഉയർത്തി തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകി സ്തുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണം കൈകൾ ഉയർത്തി തീ പോലെ ഇറങ്ങണമേ
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുക യേശുവേ. ആത്മാവേ നമ്മുടെ ഓരോരോ വിഷയങ്ങൾ ഈശോയുടെ ആത്മാർത്ഥതയും നമ്മളോടുള്ള മഹത്വപ്പെടുത്തലും നമ്മൾ വചന ശുശ്രൂഷയിൽ കണ്ടതാണ്. ഇപ്പോഴെൻ്റെ മുമ്പിൽ നിൽക്കുന്ന നൂറുകണക്കിന് മക്കൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം കർത്താവിൻ്റെ വലിയ ശുശ്രൂഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അസ്ഥിരോഗികളായിരുന്നു. തൊലി വിട്ടു പോകുന്നവർ, തൊലി അഴുകി മാറുന്നവർ, അസ്ഥിയിൽ നിന്ന് തൊലി പോരുന്നവർ, അസ്ഥി സൂക്ഷിക്കുന്നവർ, അസ്ഥിക്ക് വളർച്ച കുറഞ്ഞവരൊക്കെയായിരുന്നു കർത്താവ് ആദ്യം സുഖപ്പെടുത്തിയത്. ഇപ്പോഴും നെഞ്ച് കാണിച്ചു തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം നെഞ്ച് ഊത്തലുള്ളവർ പെട്ടെന്നിങ്ങനെ ഊതി, പെട്ടെന്ന് വേർത്ത്, പെട്ടെന്ന് തളർന്ന്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പതിരയുടെ പ്രഷർ കൂടി വരിക അല്ലെങ്കിൽ കുറഞ്ഞു വരിക, അങ്ങനെ കരളിൻ്റെ അസുഖം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ആരാധനയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്.
നിങ്ങളുടെ ബന്ധുക്കളെയും സ്വന്തപ്പെട്ടൊരു ഈ പ്രാർത്ഥന ആരെല്ലാം എവിടെയില്ലായിരുന്നു കേൾക്കുന്നുണ്ട് അവരെല്ലാം അവിടെ എല്ലാ ബന്ധുക്കളെയും ഈ സമയത്ത് പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ഒരു രോമം പോലും കൊഴിഞ്ഞു വീണാൽ എന്തോ ഒരു വേദനയാണ്. അപ്പോൾ അവരോടുള്ള വേദന അനുഭവിക്കുന്നവരിൽ ഈശോനെ കാണണമെന്നാണ് ഈശോ പറഞ്ഞത്. അവർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. അപ്പം നമുക്ക് വേദന അനുഭവിക്കുന്ന ആരെയും വേദനയ്ക്ക് വിശ്വാസമില്ല, എല്ലാ വിശ്വാസത്തിനും അപ്പുറത്താണ് വേദന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അവർ ഏതെല്ലാം വിശ്വാസത്തിലായാലും അവരെല്ലാം ഇപ്പോൾ നമുക്ക് ദൈവസ്നേഹത്തോടെ ഓർക്കാം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. വേദന അനുഭവിക്കുന്ന ഞങ്ങൾക്കറിയാൻ പാടില്ലാത്തവരെയും ഞങ്ങളുടെ ദൈവസ്നേഹത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, വിശുദ്ധ കരത്താൽ വേദനിക്കുന്നവരെ സ്പർശിക്കണമേ. മാരക രോഗികള്, ക്ഷയരോഗികള്, ഹൃദയ രോഗികള്, കരൾ രോഗികള്, ശ്വാസകോശ രോഗികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പിൻകഴുത്ത്, കുഞ്ചി എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊറിയും, പൊട്ടും, പഴുക്കും, ചില സമയത്ത് നീര് വന്ന് നീറും. ഇങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. കത്തി ഉപയോഗിച്ച് ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ 7 പേരെയാണ് കർത്താവ് മെസ്സേജർ ഈശോയെ സന്ദേശം തരുന്നത്. നേരെ കത്തി ഉപയോഗിച്ച് മുറിപ്പെടുത്തിയ നിങ്ങളത് മറന്നു പോയി കാണും. ചിലപ്പോൾ നിങ്ങൾ പിന്നീടുണ്ടായ സാഹചര്യത്തിൽ അനുരഞ്ജനപ്പെട്ട് കാണും. പക്ഷേ എന്തുകൊണ്ട് ഇത് വീണ്ടും വിഷയം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലങ്ങളിലെ ഒരു പക്ഷേ വേറെ ഒരു വിഷയത്തിൽ നിങ്ങൾ അവരുമായിട്ട് വല്ല ബിസിനസ് ലെവലിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് കാണാം. പക്ഷേ കോംപ്രമൈസ് ഒന്നും അനുതാപമല്ല, അത് ബിസിനസ് കോംപ്രമൈസാണ്, ലാഭനഷ്ടങ്ങളുടെ കോംപ്രമൈസാണ്. അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ വന്നേനും അങ്ങനെ സംഭവിച്ചേനും. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അനുതാപമല്ല, മറിച്ച് അത് കർത്താവിൻ്റെ മുന്നിൽ പിടിക്കപ്പെട്ടപ്പോൾ അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വേളയിൽ കുടുംബാംഗങ്ങൾ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഒക്കെ ആ പഴയ പരിഭവമൊക്കെ മറന്നു പോകണത് ദൈവമായിട്ട് ബന്ധമില്ല. അത് മാനുഷികമായ ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റൊന്നും അനുതാപമല്ല. അതുകൊണ്ട് മര്യാദക്ക് ആ വിഷയത്തിൽ മാപ്പ് ചോദിച്ച്, കർത്താവെ, നിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ അകന്നു പോയത്, നിൻ്റെ വചനമാണ് ഞാൻ ലംഘിച്ചത്, ആ പാപം എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ദൈവമേ, അഡ്ജസ്റ്റ്മെന്റോ അറേഞ്ച്മെന്റോ ഭൗതിക നേട്ടത്തിനുള്ള കോംപ്രമൈസോ ഒന്നും അനുതാപമല്ല. അങ്ങയുടെ വചനത്തോടും അങ്ങയുടെ സ്നേഹത്തോടും ഞാൻ ചെയ്തു പോയ ഞാൻ മറത്തു പിഴച്ചു പോയ എന്റെ പാപത്തെ ഓർത്ത് അങ്ങയുടെ തിരുസന്നിധിയിൽ മാപ്പിനായി അപേക്ഷിക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സ്ഥലത്ത് ശരീരം മറ്റു സ്ഥലത്തേക്കാൾ പ്രായമായവരുടെ ശരീരം പോലെ ആയിട്ട് കിടുകിളാന്നിങ്ങനെ ഇരിക്കുന്നു, ആ ബലമില്ല. എന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഒരുതരം കളറ് മാറിയിരിക്കുന്നു, അവിടെ രക്തമയമില്ല, കടിയും ചൊറിച്ചിലും ഉണ്ട് താനും. അങ്ങനെ ഒരു മുഴയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഈശോ കാണിച്ചതനുസരിച്ച് വൈവാഹികമായ തടസ്സങ്ങളാണ്. വൈവാഹികമായ തടസ്സം പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുടെ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൂടെ കുടുംബം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 3 കാര്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
എന്തൊക്കെയാണ്? വൈവാഹിക തടസ്സം, കുഞ്ഞുങ്ങളില്ലാത്തവർ, വീടില്ലാത്തവർ, അച്ഛനോട് ചേർന്ന് വിശ്വാസം പ്രാർത്ഥിക്കുക. കർത്താവ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ മഹത്വപ്പെടുത്തും. കർത്താവായ ദൈവമേ, ഈ സമൂഹത്തിലെ വിവാഹ തടസ്സമുള്ളവരെ, ഈ ശുശ്രൂഷയിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, കുടുംബമില്ലാത്തവരെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ അകന്ന് താമസിക്കുന്ന കാരണം കുടുംബമില്ലാത്തവരെ കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ അവർ ഐക്യപ്പെടുത്തണമേ. വിവാഹ തടസ്സങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള്, വീടില്ലാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ഇരുകരത്താൽ താങ്ങി എന്നെ ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക കടത്തിൽ വേദനിക്കുന്നവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവർ, പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുവരെ അഡ്മിഷൻ കാർഡ് വരാത്തവരുണ്ട്, ഓപ്ഷൻ വെച്ചപ്പോൾ തെറ്റിപ്പോയവരുണ്ട്, എനിക്ക് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നറിയാതെ വേവരാതിപ്പെടുന്നവരുണ്ട്, സ്പോട്ട് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഒരു കൊല്ലം പോയല്ലോ എന്നോർത്ത് വേദനിക്കുന്നവരുണ്ട്, നൈപുണ്യ പരീക്ഷ പോലുള്ള പരീക്ഷകൾ എഴുതിയിട്ട് വേണ്ടത്ര മൊഡ്യൂൾസിന് സ്കോർ ചെയ്യാത്തവരുണ്ട്. IELTS ആയാലും ഹാദ് ആയാലും MOS ആയാലും അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം റീഡിങ്ങിനോ റൈറ്റിങ്ങിനോ ഹിയറിങ്ങിനോ ഒക്കെ നഷ്ടപ്പെട്ട് മാർക്ക് കുറഞ്ഞു പോയവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്, ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവിന് കൃപ അനുഗ്രഹമായി ജ്വലിക്കുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളെ സ്പർശിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകൾ, ജോലി ഇല്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, സാമ്പത്തികം തകർന്നു പോയവർ, യേശുക്രിസ്തുവിനുമായ നാമത്തിൽ ഈ നിമിഷം കർത്താവിന് കൃപ ചേരിട്ട്, ഈ നിമിഷം കർത്താവിന് കൃപ ചേരിട്ട്, ഈ നിമിഷം കർത്താവിന് കൃപ ചേരിട്ട്. നൈപുണ്യ പരീക്ഷകൾ, ഈശോയെ അഡ്മിഷൻ കിട്ടാത്തവർ, ജോലി ഇല്ലാത്തവർ, കടമുള്ളവർ, ഈശോയുടെ നാമത്തിൽ, യേശു നാമത്തിൽ ദൈവികമായ ശക്തിയാൽ ആശ്വാസം പ്രാപിക്കട്ടെ, സാക്ഷ്യപ്പെടാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ, സ്തുതിയുടെ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. ഒരുമിച്ച് പാടും എല്ലാവരും സന്തോഷത്തോടെ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ദിവസം എടുക്കുക.
നേർച്ച വസ്തുക്കൾ എടുക്കുക. പ്രിയ സഹോദരങ്ങളെ, നേർച്ച വസ്തു എന്ന് പറയണത് കൃപാസനത്തിൻ്റെ പ്രധാനപ്പെട്ട നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന പത്രികയാണ്. കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സുവിശേഷ ദൈവാനുഗ്രഹങ്ങളാണ് പത്രത്തിലെ ഉള്ളടക്കം. പിന്നെ അച്ഛനിൽ ഈശോ വെളിപ്പെടുത്തുന്ന ദൈവവചനങ്ങൾ, ഇന്ന് കിട്ടിയ പോലെയുള്ള ദൈവവചനങ്ങൾ, അതാണ് പത്രാധിപകൃപയുടെ വരുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് പത്രത്തിലുള്ളത്. അത് വെഞ്ചരിക്കുമ്പോൾ അതിനേക്കാൾ ശക്തി കൂടുന്നത് കൊണ്ടാണ് പത്രം വഴി അനേക അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. പത്രം വാങ്ങിക്കുക എന്ന് പറയുന്നത് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ നേർച്ച പ്രകാരം 50 പത്രമാണ് ഒരു ആൾ ഒരു മാസം വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. വാങ്ങിച്ചാൽ മാത്രം പോരാ. കർത്താവേ, ഇത് വായിക്കുന്നവരെ, ഇത് സ്പർശിക്കുന്നവരെ നിന്നെ കണ്ടെത്താൻ ഇടയാക്കണമേ, നിൻ്റെ സാന്ത്വനം അവർക്ക് ലഭിക്കാൻ ഇടയാക്കണമേ, നിൻ്റെ ആശ്വാസം അവർക്ക് ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ നീ കർത്താവിൻ്റെ ദൂതയാകും, കർത്താവിൻ്റെ ദൂതനാകും. എന്താ? നീ കർത്താവിനെയാണ് ലോകത്തിന് കൊടുക്കുന്നത്. പത്രത്തിൽ സിനിമാക്കാര്യം കഥയൊന്നുമില്ലല്ലോ. നമ്മുടെ പത്രത്തിൽ സാംസ്കാരിക സമൂഹ കൃപാസനത്തിലുള്ള മിഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ബാക്കി എല്ലാ പേജുകളും കർത്താവിൻ്റെ വാക്കും പ്രവൃത്തിയുമായിരിക്കും. അപ്പം അത് കൊടുക്കുമ്പോൾ അതിലൂടെ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ വേണ്ടി അനേക ആയിരങ്ങൾ ആത്മാക്കൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈശ്വരൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് അവനും രക്ഷപ്പെടും, അവൻ്റെ ആത്മാവൻ രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും കർത്താവിൻ്റെ കൃപയിലെ. അപ്പം ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അപ്പം അതിനൊക്കെ ചീട്ടുണ്ട്. അത് വ്യത്യസ്തമായ ജൂൺ മാസം വായിക്കുന്നതിന് ചീട്ട്, ജൂലൈ മാസം ചീട്ടൊക്കെ ഉണ്ട്. അത് ഉടമ്പടിയുടെ കൂടെ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ ഇപ്പോഴ് ബഹുമാനപ്പെട്ട പ്രേക്ഷിതർക്ക് പത്രം കൊടുത്തുകൊണ്ടിരിക്കാവുന്നതാണ്, ഗ്രൂപ്പുകളിൽ പത്രം കൊടുത്തുകൊണ്ടിരിക്കാവുന്നതാണ്. നിങ്ങൾ പത്രത്തെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രസ്താവനകൾ, വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്താണ്. ഞാൻ ഇത് കണ്ടില്ലേ, എൻ്റെ ഉടുപ്പ് തന്നെ ഈ കളറാണ്. എന്താ കാര്യം? കുഞ്ഞുനാളെ മുതൽ മിഷണറിയാകാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്, അല്ല വേറെ ഒരു കാര്യം ഇതിനില്ല. അച്ഛനായപ്പോൾ പുതിയതായിട്ട് പറഞ്ഞ അച്ഛനായപ്പോൾ തന്നെ ഉടുപ്പ് മാറ്റി, കളർ മാറ്റി. എന്താ? മിഷൻ കളർ ഇട്ടതാണ്. അല്ല ഒരു പ്രത്യേക സാഹചര്യം ഒരു ധ്യാനം കൂടി ഉണ്ടായ സംഭവമില്ല. കുഞ്ഞുനാൾ മുതലുള്ള ചിന്തയാണ് മിഷണറി ആകണമെന്ന്. മിഷണറി അകലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും പുതിയ സംവിധാനം ജോലി ചെയ്യാൻ ഇടം തന്നു. അവിടെ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതുകൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ എനിക്കെന്താ യോഗ്യത? അതെന്തുകൊണ്ടാണ്? നമ്മളെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന്, ജീവിക്കണ ദൈവത്തെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ജീവിക്കണ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകണത്. ആ എല്ലാവർക്കും അത് അനുഭവവേദ്യമാകാൻ വേണ്ടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങൾ ചെയ്ത പോലെ ഉളംബര വരെ വേണ്ട കൊടുത്തിട്ട് പത്രം. എന്തിനാണ്? അപ്പോൾ ഞാൻ ചേച്ചി ഭ്രാന്തന്മാർ വായിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് ഭ്രാന്തന്മാർ ഇതുമേ പിടിക്കുമല്ലോ അച്ഛാ, അത് മതിയെന്ന്. ഞാൻ വിശ്വസിക്കണത് ഈ സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിലാണ്. കാര്യം നിഷ്കളങ്കമായ ആത്മാർത്ഥമായ വിശ്വാസം. തലക്കനമുള്ള ആൾക്കാരുടെ സൈദ്ധാന്തിക അക്കാഡമിക് ഫെയ്ത്ത് അല്ല. ദൈവത്തെ തൊട്ടറിഞ്ഞ് എൻ്റെ അപ്പനെപ്പോലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ കർത്താവിനൊക്കെ പഠിച്ച അവരിൽ നിന്നാണ്, അല്ലാതെ സെമിനാരിന്നൊന്നുമല്ല. കർത്താവിനെ പഠിച്ച അപ്പൻ്റെയൊക്കെ എന്താ പഠിച്ചത്? അപ്പൻ്റെ വിശ്വാസം 15 കൊല്ലം കണ്ടു വളരാനുള്ള അന്ന് മുതൽ ഒരു മിഷണറി ആകണമെന്ന് തോന്നിയതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങളിപ്പോൾ മിഷണറി ആകാൻ പോവുകയും ഇത് പ്രാർത്ഥിച്ച് കൊടുക്കണം. രാത്രി നിന്ന് കൊന്തയിലണം. അത് വെറുതെ കൊടുക്കരുത്. അച്ഛൻ ഇത് പത്രം മേടിച്ചില്ല പോയി, ഇനിയിപ്പോൾ ഇത് കൊടുത്താൽ മതി, ഇനിയിപ്പോൾ എല്ലാം ആകുമെന്നൊക്കെ ഇങ്ങനെ പിശാചിരുന്നുകൊണ്ട് ആങ്ങളമാരുടെ ഭർത്താവുമാർ എന്തെങ്കിലും പിച്ചും പേയും പൊട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ പിച്ചും പേയോടെ കരുതണം. നീ പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ മറുപടി പറയാൻ വേണ്ടി പിശാചിനെതിരെ യുദ്ധമാണിത്. ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടണം, നിന്നെ അറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം എന്നും പറഞ്ഞുകൊണ്ട് ആണ് നീ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സ്ഥലമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ നേർച്ചയാണ് ലോകത്ത്. അതാണ് നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നീയും രക്ഷപ്പെടും, കർത്താവിനെ 10 മനുഷ്യർ അറിയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ വേണം ഇത് ചെയ്യാൻ, ആത്മാർത്ഥതയോടെ ചെയ്യാൻ. എന്തെല്ലാം പേട്ട് കാര്യത്തിന്
നമ്മുടെ കാശും അധ്വാനം പോയിരിക്കണം. ഇതെന്ന് പറയണത് ഒന്ന് വെച്ചാൽ നിനക്ക് 10ൻ്റെ അനുഗ്രഹം കിട്ടണ അനുഗ്രഹം. എന്താണ്? കർത്താവിന് അറിയാൻ പറ്റും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പത്രം വായിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് അവരുടെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ അപ്പോസ്തലന്മാർക്കുണ്ടായ അതേ കറയില്ലാത്ത വിശ്വാസത്താൽ സുവിശേഷ ചൈതന്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടുകൊണ്ട് അങ്ങ് മഹത്വപ്പെടണമേ. മഹത്വപ്പെട്ട് ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും നിന്നെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. നേർച്ച ഉയർത്തി പിടിക്കട്ടെ. വിശ്വാസപൂർവ്വം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Let that waste His power to His regions. Satan's attacks and machinations be dispelled unto the far from you. Let me bless Him, bringing health in body and peace and harmony in the family. And with the authority of the Catholic Church, with the power of Jesus Christ, with the medicine of the Holy Priesthood, I bless and hallow this relics. നിങ്ങൾ കർത്താവ് തൊട്ടു, അമ്മ കൂടെ വന്നു, ആ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ.